ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ മുട്ടയും റവയും മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് 2 മുട്ട, ഞാനിവിടെ 2 മുട്ടയുടെ അളവും 2 മുട്ടയാണ് എടുക്കുന്നത്. റവയ്ക്ക് ഞാൻ അളവ് പറയുന്നില്ല, കാരണം നമ്മുടെ ഈ മുട്ടയിലോട്ട് റവ മിക്സ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മാവ് ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ റവ ആഡ് ചെയ്യണം. അപ്പോൾ റവയ്ക്ക് ഒരു അളവില്ല കേട്ടോ. ഇവിടെ ഏകദേശം ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത്രയും തികയുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ 2 മുട്ട നമ്മൾ നല്ല പോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ച് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണേ. കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മധുരം, നമുക്ക് തോനെ മധുരം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂണ് പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ട് ആ പഞ്ചസാര നല്ലപോലെ നമ്മൾ ഈ മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്ത്, അതായത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കുന്ന പോലെ അത്രയും വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പഞ്ചസാര ലയിച്ച് കഴിയുന്ന ആ ഒരു ടൈം മുട്ടയ്ക്കകത്ത്, അപ്പം നമ്മുടെ ഈ മുട്ടയുടെ ഈ കലക്കിയത് ആ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കണേ. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറേശ്ശെ റവ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഒറ്റ ട്രിപ്പിന് നമ്മൾ റവ അതിനകത്തോട്ട് തട്ടരുത്, കാരണം ഒരുപാട് കട്ടിയായിപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ലേശം റവ ഇട്ട് കൊടുത്ത് നമ്മളത് ഇവിടെ ഇപ്പം പഞ്ചസാരയും മുട്ടയും കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ ഇപ്പം നമുക്കപ്പം അതിൻ്റെ ആ ഒരു പരുവം എത്ര റവ വേണമെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ബാറ്റർ റെഡി ആവുന്ന ടൈം ആകുമ്പോഴാണ് നമ്മുടെ റവ ഏകദേശം നമുക്കറിയാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ആദ്യം ഇട്ടത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്നുകൂടെ മിക്സ് ചെയ്യണമേ. അപ്പം നമ്മളിതിൻ്റെ ഒരു പരുവ് ഒരു ഇച്ചിരി കട്ടിയാവും, ഒരു ശകലം. പിന്നെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റവ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ശകലം ഉപ്പ് ചേർക്കണേ. ഈ പഞ്ചസാരയായിട്ടൊന്ന് ലെവൽ ചെയ്ത് പോകാൻ വേണ്ടി നമ്മളൊരു കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഇപ്പോഴും എനിക്ക് കുറച്ചുകൂടെ റവ ഇടേണ്ടി വരുവേ. അപ്പം നമ്മൾ റവയും മുട്ടയും പഞ്ചസാരയും ലേശ ഉപ്പൂടാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മാവെന്ന് പറയുന്നത്. അപ്പം നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഫോമിൽ ഒരുപാട് കട്ടിയാവരുത്, എന്നാൽ വെറും ലൂസും ആവരുത്, ആ ഒരു ഫോമിൽ നമ്മളിത് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ എനിക്ക് ഞാൻ എടുത്ത ആ 1 കപ്പ് റവയും ഈ ഒരു 2 മുട്ടയ്ക്കകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണേ. നമുക്കിത് വേകാനൊന്നും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. മുട്ടയായാലും ശരി റവയായാലും ശരി, നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ, അതായത് നമ്മളിങ്ങനെ എടുക്കുമ്പം ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഈ മാവ് റെഡിയായി കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ചേക്കണേ. ആ സമയം കൂടെ നമുക്ക് ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്തോട്ട് നമ്മുടെ മാവ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് എടുക്കണം. മാവ് എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് കുറേശ്ശെ ചെറിയൊരു നമ്മുടെ കൈ തന്നെ വെള്ളത്തിൽ നനച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ തീ നല്ലതുപോലെ കൂട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കണം. എന്നിട്ട് ഇതിടുന്ന എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കണം. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ തീ കുറച്ചിടണേ, സിമ്മിലിട്ടിട്ട്. ഇത് ഒരുപാട് തീ കൂട്ടിയിട്ട് വേവിക്കരുത്, ഇത് കരിഞ്ഞു പോകും, കാരണം റവയല്ലയോ. അല്ലാതെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കണേ, ഫ്രൈ ആക്കി എടുക്കണം. ഇതിപ്പം ഞാൻ തീ കുറച്ചിട്ട് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. വൈകിട്ട് നമുക്കും ഇഷ്ടപ്പെടും കേട്ടോ, വലിയവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്ക് ഇത് ഈസിയായിട്ട് വലിയ ചേരുവകളൊന്നുമില്ല, ഹെൽത്തി ആയിട്ട് കഴിക്കാം. കാരണം മുട്ട ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്തി ഫുഡ് തന്നെയാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിനെക്കാട്ടി കൂടുതൽ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ചൂടോടെ കഴിച്ചാൽ നമ്മളിതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഞാനപ്പോൾ അതൊന്നും തിരിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എല്ലാം എടുക്കാം, അല്ലാതെ കരിഞ്ഞു പോകരുത്. പിന്നെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ചൂടോടെ കഴിക്കരുത് കേട്ടോ. ചൂടോടെ കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല. ഇതൊന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ ഒരെണ്ണം ചൂടോടെ കഴിച്ചിട്ട് തണുത്തതും കഴിച്ചു നോക്കണേ. അപ്പം നമുക്കറിയാൻ പറ്റും ടേസ്റ്റ്. നമ്മൾ അറിയുന്നത് തണുത്തതിന് ശേഷമാണ്.
അപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ ഇത് ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എണ്ണയൊന്ന് വലിയാൻ വേണ്ടി മാത്രം ഒരു ന്യൂസ് പേപ്പറിനകത്ത്, ഒരു പാത്രത്തിനകത്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ എണ്ണ ഇച്ചിരി വലിയാനാണ് ന്യൂസ് പേപ്പറിൻ്റെ പുറത്തൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മക്കൾക്ക് വൈകിട്ട് നല്ല സൂപ്പർ ടേസ്റ്റോടു കൂടിയുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. വലിയ ചിലവും ഇല്ല, എന്നാൽ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നമുക്കിത് ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ ഞാൻ ഇത്രയും റെഡിയാക്കിയിട്ട് ഞാൻ ഒരു ട്രിപ്പ് കൂടെ, ഒന്നല്ല 2 ട്രിപ്പ് കൂടെ പിന്നെയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അവസാനം കാണിച്ചു തരാം എന്തുമാത്രം എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഇത് നമ്മളിപ്പം വൈകിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം. അല്ലാതെ നമ്മൾ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് സ്വയം മനസ്സിലാക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാവേ, പറഞ്ഞാൽ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ. വേണ്ടേ, ഈ ഒരു ഫോമിലിരിക്കുക. നമ്മളിത് പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണം, നല്ല പരുവത്തിൽ കിട്ടുവേ. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത്രയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.